ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, ഹാൻഡിൽ വെട്ടൽ പറയാനുണ്ട്, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, പിക്കപ്പ് കുറവുണ്ട്, വാട്ടർ സർവീസ്, മിറർ ലൂസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടി വർക്കിന് കയറ്റിയേക്കുന്നത് 61,727 കിലോമീറ്ററാണ് അപ്പോൾ കയറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വലിയ കുറവ്, പിക്കപ്പ് കുറവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി ലൈഫിലേക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ പെട്രോൾ കത്തുമ്പോൾ തന്നെ കാർബണൊക്കെ നമുക്ക് സിലിണ്ടർ ഹെഡിനകത്ത് കുറച്ച് അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ ഡീകാർബണൈസിങ് ചെയ്യേണ്ട ഒരു ടൈമൊക്കെയാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വലിയ കുറവ് ഒഴിച്ചാൽ മേജറായിട്ട് വലിയ കുറവെന്ന് പറയാനായിട്ട് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണുന്നില്ല കേട്ടോ. പിന്നെ ഹാൻഡിൽ വെട്ടൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബുഷിൻ്റെ ചെറിയൊരു ഗ്രീൻ ബുഷ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം, അതല്ലാണ്ട് അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് നിലവിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഈ തവണ കൂടി സർവീസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിടാം. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിങ് ചെക്ക് ചെയ്തു, വേറെ പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. ഈ സർവീസ് തൽക്കാലം ഈ സർവീസും കൂടി നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ റിപ്പയറിങ്ങിനും മെയിൻ്റനൻസിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ ഡ്രൈവ് ബെൽറ്റാണത്, കമ്പനി ബെൽറ്റാണ് കിടക്കണേ. ഇതുമേ നമുക്കതിന് നോക്കുമ്പോൾ അതിൻ്റെ വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ്, റോളർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗമായാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് കൈയോടെ നമുക്കത് മാറ്റണം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കംപ്ലയിൻറ്റ് വന്ന ഒരു ഭാഗമാണത്, ഈ ഹെഡിൻ്റെ സൈഡിൽ ഓയിൽ ലീക്കിൻ്റെ കേസ്. കാരണം എന്ന് വെച്ചാൽ അത് റബ്ബർ ടൈപ്പ് ഗ്യാസ്കറ്റാണ്. അപ്പോൾ ഈ ഹെഡിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹീറ്റ് വന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമാണത്. ഇടയ്ക്കിടയ്ക്ക് ഒട്ടുമിക്ക സർവീസുകളിൽ നമ്മൾ അഴിക്കുന്ന സമയത്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റി കളയണം. അത് ഈ മോഡലിലുള്ള ഒരു പ്രോബ്ലമാണ്. കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നോർമൽ അതിൻ്റെ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നുമില്ല നിലവിൽ. ഓവർഫ്ലോ, മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല. നിലവിൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടിക്കും കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് പെട്രോൾ ഓവർഫ്ലോ ആണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം, വലിയ കുറവ്, സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം. വലിയ കുറവ് മീൻസ് ഇത് ഇപ്പോൾ നമ്മുടെ വണ്ടിക്കുള്ള പ്രോബ്ലം അല്ല, അതല്ലാതെ കൊണ്ട് നല്ല രീതിയിലുള്ള പവർ ലോസ് കാണിക്കും ചില വണ്ടികളിൽ. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ടാണ്, കാരണം പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്, എത്തനോളാണ് 20%. അതിൻ്റേതായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പ്രത്യക്ഷത്തിൽ ഈ സമയത്ത് അത് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ വേറെ കംപ്ലയിൻറ്റുകളില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായിട്ടുണ്ടാവും, ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കോളർ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും കമ്പനി ലൈനർ കിടക്കണം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി 2024 ബാറ്ററിയാണ്, നല്ലൊരു പവർഫുൾ ബാറ്ററി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിക്കാൻ നോക്കുമ്പോൾ ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം അതങ്ങനെ നിൽക്കണം. കാരണം നമ്മൾ ഒരുപാട് ബലപ്പെട്ട് അഴിക്കാമെന്ന് ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും. ഒടിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അഴിച്ചിട്ട് വേണം നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് വരാം. കാരണം അത് വെൽഡ് ചെയ്തൊക്കെ അഴിക്കേണ്ടി വരും. അപ്പോൾ പരമാവധി ഓടിക്കുക, അതിന് ശേഷം എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് കഴിക്കാം. അപ്പോൾ തന്നെ ഒടിഞ്ഞാലും നമുക്ക് കഴിക്കാണ്ട് മാറുകയില്ല. ഇപ്പം നിലവിൽ ഓടട്ടെ, ഈ രീതിയിൽ പോട്ടെ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരല്പം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.